ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. 3 തവണ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് നോക്കാം അവരുടെ ഓവറോൾ എനർജി. നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജിയാണ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫൈവ് ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ എനർജി. ഇനി ഈ ഒരു വ്യക്തി അവരുടെ ഫീലിങ്സ് എത്രത്തോളമാണ് നിങ്ങളെടുത്തെന്ന് നമുക്കൊന്ന് നോക്കാം. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത്? 6 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് ഷോട്ട്സിൻ്റെ എനർജി. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് അവരുടെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് 5 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നിങ്ങൾ ഈ ഒരു സ്നേഹമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇല്ലാണ്ട് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തിലേക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുന്ന സമയത്ത് പതുക്കെ അവർ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങളിൽ നിന്നും ആൾ സൈലൻ്റ് ആവുക, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാം, നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്, ഒരുപാട് വിശ്വാസം നിങ്ങളുടെ വ്യക്തിയിൽ അർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 100% നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മുൻഗണന അല്ലെങ്കിൽ പരിഗണന ഒക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തി തന്നെ വേണം ലൈഫിൽ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ, നിങ്ങളുടെ വ്യക്തി അവരുടെ ഒരു സെൽഫിഷായ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ എല്ലാം അവർക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് തന്നെയാണ് മുൻതൂക്കം. അവരുടെ നിങ്ങളെക്കാളും സ്ഥാനം അവർക്ക് തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് സൺ കാർഡാണ്. അപ്പം നിങ്ങൾ എന്നും ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, സന്തോഷം, ഹാപ്പിനെസ്സൊക്കെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ആ ഒരു സൺ കാർഡ് എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളെന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു വെളിച്ചം തന്നെയാണ്. കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അവർ നിങ്ങളെ കാണുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, വെളിച്ചം ഒക്കെ അത് നിങ്ങൾ തന്നെയാണെന്ന് ഈ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് 6 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് ഷോട്ട്സിൻ്റെ എനർജി. അപ്പം എന്നിരുന്നാലും ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജിയും നിങ്ങളുടെ എനർജിയും നോക്കുന്ന സമയത്ത് എപ്പോഴും ഇതിലൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. സെൽഫിഷായ ഒരു വ്യക്തിയുടെ എനർജിയാണ്. അവർക്ക് തന്നെയാണ് മുൻഗണന. എന്നാൽ നിങ്ങളാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്കാണോ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്, നിങ്ങളെക്കാളും ഏറെ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ. അതാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമായി വരും. കാരണം എപ്പോഴും നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കിങ് ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ടൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. വഴക്ക്
ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവും ഈ ഒരു സമയത്ത്. എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദി ഡെവിളാണ് വന്നിരിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഇവിടെയും വന്നിട്ടുണ്ട് ആ ഒരു കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി. അപ്പം നിങ്ങൾക്ക് തമ്മിൽ നല്ലൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നതും നൈറ്റ് ഓഫ് കപ്സ് എനർജി തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. യാതൊരു സംശയമില്ല. ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്വാർത്ഥ താല്പര്യം, അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറയുമ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെ ഇപ്പോൾ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി മാക്സിമം അവർ നിങ്ങൾക്ക് പരിഗണന തരുന്നില്ല. അവരുടെ സ്നേഹം പോലും അവർ കാണിക്കുന്നുണ്ടാവില്ല ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട പരിഗണന. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഈ വ്യക്തിയെ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ എനർജി ഒന്ന് നോക്കാം, എന്നിട്ട് പറയാം കേട്ടോ. നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളതൊന്ന് നോക്കട്ടെ. ഇവിടെ പേജ് ഓഫ് ഷോർട്സ്, നിങ്ങൾക്ക് ഒരുപാട് പാഷനാണ് ഈ വ്യക്തിയെടുത്ത്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജി, ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒത്തിരിയേറെ ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് പാഷനാണ് നിങ്ങൾക്ക്. എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തും ത്യജിക്കാൻ തയ്യാറാണ്. ഫിനാൻഷ്യലി ചില സാഹചര്യത്തിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് സഹായങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരിക്കണം. എങ്ങനെയായാലും ഇപ്പോഴും നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത്, പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ തന്നെയാണ്. അവരുടെ ചിന്തയിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന ഒരു സമയമായിരിക്കാം. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം ഈ ഒരു ബന്ധം. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നല്ല തടസ്സങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ വിശ്വാസം വെച്ചവരാണ് എന്നതാണ് കാണുന്നത്. ഒരുപാട് വിശ്വാസം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു മൂൺ എനർജി എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്കതൊരു ഭയങ്കരമായിട്ടൊരു വിഷമം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഈ ഒരു വ്യക്തി ജെന്യൂനാണോ, ഇവരുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ മൈൻഡ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പുറമേ കാണുന്ന രീതിയിലായിരിക്കില്ല ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഒരു തരം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിന് നമുക്ക് കാണാം ആ ഒരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജി പുറമേ ആര് കണ്ടാലും നിങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ അത് കാണിക്കുന്നില്ല. എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങളത് കാണിക്കാതെ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ ഓക്കെ ആയിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത്. സന്തോഷം മറ്റാരും നിങ്ങളെ അറിയിക്കാണ്ട് നിങ്ങളുടെ വിഷമം നിങ്ങളിൽ തന്നെയാണ് ഒതുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നുണ്ടാവില്ല ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഇവരെ കിട്ടുന്നുണ്ടാവില്ല. ഇവർ ചില നേരത്ത് ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം ഈ ഒരു ബന്ധം. അവർക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരും, പിന്നെ അവിടെ നിന്നും സൈലൻ്റ് ആവും. അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ ഈ ഒരു ബന്ധം പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു ഡബിൾ കാർഡും ആ ഒരു ഹൈ പ്രഷ്യസ് എനർജിയാണ്. അവർക്ക് സീക്രറ്റ്സ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പോരാത്തതിന് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന തരുന്നില്ല. സ്നേഹം ഉണ്ടെങ്കിൽ പോലും അവർ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിനെ നിങ്ങൾ സംശയിക്കാണ്ട എല്ലാ തരത്തിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടാവുക. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവരുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് ശരിയല്ല, ഒരുപാട് മാറ്റം ഇവർക്കുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് പറയുന്ന സമയം തൊട്ട് ഈ വ്യക്തിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കാം നിങ്ങളടുത്ത് വരുന്നത്. പക്ഷേ ഈ വ്യക്തി എന്തോ ഒരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് കൂടുതലും സിറ്റുവേഷനിൽ കുറച്ച് പേർക്ക് മാത്രമാണ് വേറൊരു സിറ്റുവേഷനിൽ ഈ വ്യക്തി പെട്ടിരിക്കുന്നത്.
അല്ലാത്തവർക്കൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വേറൊരു കണക്ഷനിലാണ് ഈ വ്യക്തി ചെന്നപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ഒരു തരത്തിലാണ്, കാരണം അത് നിങ്ങളടുത്ത് മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് ഒരിക്കലും ഈ വ്യക്തി തുറന്ന് പറയുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അതിൻ്റെ പേരിലാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതും എന്നതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്കൊന്ന് നോക്കാം. സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഈ സൺ എനർജി വന്നുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ 8 ഓഫ് വാൺസിൻ്റെ എനർജി, ഒരു കാർഡ് കൂടി 3 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആ പഴയ നിങ്ങൾ ആ 3 ഓഫ് കപ്സിൻ്റെ എനർജി തന്നെ റിവേഴ്സാണ്. അപ്പം നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷിച്ചവരാണ്, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം അതൊക്കെ ഇപ്പോൾ എന്ത് പറയുക, ഒരു നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടുണ്ടാവാം. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ അവരുടെ ഫീലിങ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. കാരണം ഇതുവരെ അവർക്ക് നിങ്ങൾ ഒരു വില മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വല്ലാത്തൊരു, നിങ്ങളെ പെട്ടെന്ന് വന്ന് കാണണം, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ചെയ്യണം, ഇതിലൊരു ബാലൻസ് വരുത്തണം എന്നൊക്കെയുണ്ട് ഈ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. സണ്ണാണ്. അപ്പോൾ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ മനസ്സിനകത്ത് ഒരു പോസിറ്റീവ് എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വന്നിരിക്കുന്നത്, അവരുടെ ചിന്തയിൽ നിങ്ങളെക്കുറിച്ച് 6 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ചിന്തയിൽ. പക്ഷേ ഈ ഒരു വ്യക്തി 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളെക്കുറിച്ച് ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ വിട്ട് കളയാൻ ഈ വ്യക്തി തയ്യാറല്ല എന്നുള്ള അവരുടെ ചിന്ത അതാണ്. നിങ്ങളെ വിട്ട് കളയാൻ പാടില്ല. കാരണം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നും ലഭിക്കില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ കൊടുത്തിരുന്ന ഒരു സ്നേഹം, കെയർ, സപ്പോർട്ട്, നിങ്ങൾ ഫിനാൻഷ്യലി ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത്. തിരിച്ച് അവരും നിങ്ങൾക്ക് തന്നിരുന്നു. പക്ഷേ ചില നേരത്ത് അവർക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും നാൾ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വില അവർ നിങ്ങൾക്ക് തന്നില്ല എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി ഈ സമയം തൊട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പറ്റില്ല, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ആ ഒരു സ്നേഹവും കെയർ സപ്പോർട്ടൊന്നും മറ്റാരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചില്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാം എംപ്രസ് എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നതും. അത്രത്തോളം നിങ്ങൾ അവർക്ക് സപ്പോർട്ട് തന്നിരുന്നു, അത്രത്തോളം നിങ്ങൾ അവരെ കെയർ ചെയ്തിരുന്നു. ഒരു പാരൻസ് കുട്ടികളെ നോക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം നിങ്ങൾ അവരെ ഒരുപാട് അവർക്ക് സപ്പോർട്ട് ചെയ്തതാണ്, സ്നേഹം കൊടുത്തിട്ടുണ്ട് ഒരുപാട് നിങ്ങളെ. അപ്പോൾ ഈ വ്യക്തി ഇപ്പം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നേടിയെടുക്കും. ആ വ്യക്തിയുടെ എനർജിയിൽ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തിക്ക് ആവില്ല. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇനി എന്തൊക്കെ ഇതിലൊരു പ്രശ്നമുണ്ടെങ്കിലും, എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്, ദി വേൾഡാണ് വന്നിരിക്കുന്നത്. ഒരു കാർഡ് കൂടി 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഹെർമിറ്റ് കാർഡിൽ നമുക്ക് മനസ്സിലാവുന്നത്, അപ്പോൾ ആരുടെയോ കൺട്രോളിലാണ് ഈ വ്യക്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേരുടെ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ എന്തൊക്കെയോ ഈ വ്യക്തിയെ മറ്റേതോ ഒരു വ്യക്തി പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയിൽ പെടുത്തിയതായിട്ടും കാണുന്നുണ്ട്. ഒരു ഫാമിലി സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരു ഫാമിലി എന്തൊക്കെയോ ചെയ്തു വെച്ചതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. അവരുടെ ഈ വ്യക്തിയുടെ ഫാമിലി
എന്തൊക്കെയോ നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ടൊക്കെ ഒരു ബ്ലാക്ക് മാജിക്കൽ ചെയ്ത് വെച്ചതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയെ, അതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ വേൾഡ് കാർഡിൽ മനസ്സിലാകുന്നത്. ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷനൊക്കെ അതിജീവിച്ച് ഇത് മുന്നോട്ട് പോകും. പക്ഷേ കുറച്ച് പേർക്കൊക്കെ ഫാമിലി തടസ്സമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുന്നുണ്ട്, ഫാമിലി സംബന്ധമായ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ട്രാപ്പിനകത്ത് പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ സ്വന്തം ട്രാപ്പിനകത്ത് പോയി ചെന്നുപെടാനും സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു വ്യക്തിയുടെ ഞാൻ പറഞ്ഞില്ലേ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് കൂടുതലും ആൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ സ്വഭാവമാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്നെ അറിഞ്ഞുകൊണ്ട് ആ ട്രാപ്പിൽ പോയി ചെന്ന് പെടാനും സാധ്യതയാണ് കൂടുതലും കാണുന്നത്. പക്ഷെ ചെന്ന് പെട്ടിട്ടാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് വേണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയായി വരാനുള്ള സാധ്യതയാണ് കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ചെന്ന് പെട്ടതിന് ശേഷമാണ് അബദ്ധമായി പോയി എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു റീഡിങ്ങിനിടയ്ക്ക് തന്നെ ഈ വ്യക്തി ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റിലേക്ക് ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുമായിട്ട് ഒരു മെസ്സേജൊക്കെ അയച്ച് വീണ്ടും ആൾ സൈലൻ്റ് ആവുന്നുണ്ടാവാം. കാരണം ഈ വ്യക്തി ഉള്ളത് ഒരു ട്രാപ്പിനകത്ത് പെട്ടിട്ടാണ് ഉള്ളത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമുക്ക് തെളിയുന്നത്. ഒരു തരത്തിലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാണ്ട് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം ഇവരുടെ സ്നേഹം ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യുന്നത്. സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അവർ നിങ്ങളിലേക്ക് സംസാരിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഒന്നും നിങ്ങൾക്ക് പിടുത്തം തരാത്ത രീതിയിലാണ് ഈ വ്യക്തി പോകുന്നത്. കാരണം അവർ വേറൊരു ട്രാപ്പിൽ ചെന്ന് പെട്ടതായിട്ടാണ് കാണുന്നത്. കുറച്ച് പേർക്ക് മാത്രമാണ് വേറെ എന്തോ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ എനർജി നോക്കുമ്പോൾ വേറൊരു കണക്ഷൻ ഈ വ്യക്തിക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ എല്ലാം ഹെർമിറ്റാണ്. ആ വ്യക്തി ഇപ്പോൾ എന്തൊക്കെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഈ ഒരു സമയത്ത് ആൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് ആ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആൾ ഈ ഒരു സമയത്തെല്ലാം മനസ്സിലാക്കുകയാണ്. ആൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു സത്യം ആൾ ഇപ്പോഴാണ് ആ വില ആൾ മനസ്സിലാക്കുന്നത്. ആ ഒരു സൺ കാർഡിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൻ്റെ ആ വില ആൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തിയുടെ ചിന്താഗതി. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം, ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. ലെറ്റർ എഫ് ആണ്. എഫ് ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ ജി ആണ്. സെപ്റ്റംബർ മാസം. എൻ ആണ് കിട്ടിയിരിക്കുന്നത്. ലെറ്റർ എ പത്തനംതിട്ട. ഗ്രീൻ കളർ. ലെറ്റർ എസ് ആണ്. ലെറ്റർ ജെ ആണ്. ഉത്രട്ടാതി. ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. കൊല്ലം. തിരുവാതിര. 8/12 ക്യൂ ആണ് വന്നിരിക്കുന്നത്. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. 16 ഉത്രം. അശ്വതി. പാലക്കാട്. ലെറ്റർ എച്ച് ആണ്. 24 തൃക്കേട്ട. പൂയം നക്ഷത്രം. വൈറ്റ് ബട്ടർഫ്ലൈസ്. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ ടി ആണ്. പൂരുരുട്ടാതി. എറണാകുളം.
35 ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്